2004 ഞങ്ങൾ കുറേ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഇന്ത്യയിലുള്ള മറ്റ് സംഘടനകൾ 10ഓളം സംസ്ഥാനങ്ങളിൽ 54ഓളം സംഘടനകൾ കൂടെ ഒരുമിച്ച് വന്ന് കേരളത്തിൽ വെച്ച് തന്നെ കുമ്പളങ്ങിയിൽ ഒരു വലിയ പ്രോഗ്രാം നടത്തിയത് ഇന്ത്യൻ വർക്ക്ഷോപ്പ് ഓൺ റൈസ് എന്ന് പറഞ്ഞു. 2004 അത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് വരാൻ കാരണം ആ വർഷം അന്താരാഷ്ട്ര നെൽ വർഷമായിട്ട് ലോക ഭക്ഷ്യ സംഘടനയും ഇന്ത്യയിലെ കാർഷിക മേഖലയിലും ലോകത്തുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ യൂണിവേഴ്സിറ്റികളും അന്താരാഷ്ട്ര സംഘടനകളും ഒക്കെ കൂടെ തീരുമാനിച്ചതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ തുടക്കം, ഔദ്യോഗികമായിട്ടുള്ള തുടക്കം, ഈ ലോക ഭക്ഷ്യ സംഘടനയും അന്താരാഷ്ട്ര തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരും രാജ്യങ്ങളും ഒക്കെ കൂടെ തുടങ്ങിയത്, അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവച്ചത്? കാരണം സ്വിറ്റ്സർലാൻഡില് യൂറോപ്പിലുള്ള ഒരു ദേശമാണ്. സ്വിറ്റ്സർലാൻഡില് അരി ഭക്ഷിക്കുന്ന ആൾക്കാരില്ല, നെല്ലുൽപാദിപ്പിക്കുന്ന പ്രദേശങ്ങളില്ല. നെല്ലുൽപാദിപ്പിക്കുന്ന പ്രദേശങ്ങളും അരി ഭക്ഷിക്കുന്ന ആൾക്കാരും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. പിന്നെന്തിനാണ് ഈ ലോക നെൽ വർഷം വരുമ്പോ ഇവിടെ കൊണ്ടുവച്ചത്, സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവച്ചത്? ഈ ഒരു അന്വേഷണമാണ് ഇന്ന് ഇങ്ങനൊരു നെൽ സന്ദേശ യാത്ര വരെ വന്ന് നിൽക്കുന്നത്. ഇനി മുമ്പോട്ട് ഒരുപാട് പോകാനുണ്ട്. ഇത് ഞാനൊന്ന് വിശദീകരിക്കും. സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവയ്ക്കാൻ കാരണം ഒന്നേ ഉള്ളൂ. അവിടെ സിൻജെന്റ എന്ന് പറയുന്ന, നേരത്തെ MLA പറയാതെ പോയ പേരുകളുണ്ട്, അതിൽ 3-4 പേരുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കാം. അദ്ദേഹത്തിന് അറിയാം. സിൻജെന്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് സ്വിറ്റ്സർലാൻഡിലാണ് എന്റെ ആസ്ഥാനം. സിൻജെന്റയുടെ ഇവിടെ നമ്മുടെ സന്ദേശയാത്രയിൽ സിൻജെന്റ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രാധാന്യം എന്താണ്? സിൻജെന്റയാണ് ഇന്ന് നെല്ലിന്റെ ഉടമയാവാൻ തയ്യാറായി നിൽക്കുന്ന ആഗോള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കുത്തക. അവർ യൂറോപ്പിലൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നെല്ലിന്റെ ജനിതക ഘടനയെ അവർ പഠിച്ചു കഴിഞ്ഞു. അതിൽ 30,000 ജീൻ ഉണ്ടെന്ന്, 30,000-ൽ പരം ജീൻ ഉണ്ടെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തലിന്റെ പുറത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളാണ് ഇതിന്റെ ജനിതക ഘടന കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് അതിന്റെ പേറ്റന്റ്, അതിന്റെ ഭൗതിക സ്വത്തവകാശം അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് 2004 നടന്ന സംഭവം. ഇതിന്റെ കൂടെ അവർ ജനിതക മാറ്റം വരുത്തിയ സുവർണ നെല്ല് എന്ന് പറയുന്ന ഗോൾഡൻ റൈസ്, ഇപ്പൊ ബംഗ്ലാദേശിൽ പരീക്ഷിക്കാൻ പോകുന്ന ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് അവർ ഉത്പാദിപ്പിച്ച നെല്ലാണ്. അവർക്ക് കുത്തക അവകാശമുള്ള നെല്ലാണ്. ഈ നെല്ല് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ നിശാന്തത എന്ന് പറയുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ രോഗം നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയും ബംഗ്ലാദേശ് പോലത്തെ രാജ്യങ്ങളിൽ ഒരു 25% കുട്ടികൾക്കും നിശാന്തതയാണെന്നും അത് മാറ്റാനായിട്ട് ഈ സുവർണ നെല്ല്, വിറ്റാമിൻ A അടങ്ങിയ സുവർണ നെല്ല് കഴിച്ചാൽ മാറുമെന്നും അതിന്റെ കുത്തക അവകാശം ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ വേണമെങ്കിൽ സൗജന്യമായി ജനങ്ങൾക്ക് അതിന്റെ അവകാശം കൊടുക്കാമെന്നും അവർ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക. നമുക്ക് നിശാന്തത മാറ്റാനായിട്ട് വിറ്റാമിൻ A കഴിക്കണമെങ്കിൽ കുറച്ച് പപ്പായയോ അല്ലെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ നല്ലപോലെ മത്സ്യം കഴിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഈ ജനിതക മാറ്റം വരുത്തിയ അരി നെല്ല് കഴിക്കണമെന്നില്ല. പക്ഷേ സിൻജെന്റ പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറയുമ്പോൾ ലോക ഭക്ഷ്യ സംഘടന ഉൾപ്പെടെ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പൊതുജന സംഘടന ഉൾപ്പെടെ രാജ്യങ്ങൾ, ദേശം ഭരിക്കുന്ന രാജ്യങ്ങളുടെ നേതൃത്വങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കുകയാണ് ഇതാണ് ശരിയെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു രാജ്യവും ഒരു ലോകവും വന്ന് പെടാതിരിക്കാനാണ് ശരിക്കും അന്ന് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ഏഷ്യൻ സേവ് ഓർ റൈസ് ക്യാമ്പയിൻ അല്ലെങ്കിൽ നെൽ സംരക്ഷണ യജ്ഞം തുടങ്ങിയത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിൽ നമ്മൾ ഒരു സേവ് ഓർ റൈസ് ക്യാമ്പയിൻ അല്ലെങ്കിൽ നെൽ സംരക്ഷണ യജ്ഞം തുടങ്ങുന്നത്. ഇത് തുടങ്ങി കുറച്ചായിട്ട് പല ദേശങ്ങളിലും നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി മനസ്സിലാക്കി വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ കയ്യിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കുറഞ്ഞത് 2 ലക്ഷം നെൽവിത്തുകൾ ഉണ്ടായിരുന്നു, ഇനങ്ങൾ. അവിടെ കുറച്ച് നമ്മളൊരു 20-30 എണ്ണം വെച്ചിട്ടുണ്ട്. കേരളത്തില് ഞങ്ങളിപ്പോൾ വയനാട്ടിലെ കുറച്ച് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊരു 40 വെറൈറ്റി നമ്മൾ കൺസർവ് ചെയ്യുന്നുണ്ട്, അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് പതുക്കെ കർഷകർക്ക് താല്പര്യം വരികയും അവർ വന്ന് ഇത് ശേഖരിക്കുകയും ഇത് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോവുകയും
അവർ കൃഷി ചെയ്ത് മറ്റു കർഷകർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു 2500-2600 കർഷകർ ഇന്ന് തമിഴ്നാട്ടില് നമ്മുടെ ഈ സേവ് റൈസ് ക്യാമ്പയിന്റെ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വിത്ത് സംരക്ഷകരായി മാറിയിട്ടുണ്ട്. ഇന്ന് വയനാട്ടിൽ അതുപോലെ 30 കർഷകരുണ്ട്. കർണാടകത്തിൽ അതേപോലെ 100 കണക്കിന് കർഷകരുണ്ട്. ഇത്രയും കാലം നമ്മൾ വിത്തുകളുടെ കണക്ക് നോക്കിയാൽ 10,000-കണക്കിന് വിത്തുകൾ ഇന്നും ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ BT ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? BT വഴുതന, ജനിതക മാറ്റം വരുത്തിയ വഴുതന 2009 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കാൻ ശ്രമിച്ചു. അതിനുള്ള അനുവാദം കൊടുത്തു. അത് കൊടുത്തിരുന്നെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭക്ഷ്യവിളയായിട്ട് ഒരു വിഷവിത്ത് വന്നത്. വിഷം തന്നെയാണത്. ആ വിത്തിനകത്ത് വിഷത്തെ അവര് ഘടിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു വിത്ത് ആദ്യമായി കൃഷിഭൂമിയിലേക്ക് എത്തിപ്പോയത്. മറ്റ് പല വിത്തിനെയും അത് നശിപ്പിച്ചത്, മണ്ണിനെയും അത്തരത്തിൽ നശിപ്പിച്ചത്. അപ്പൊ ആ വിത്തിനെ ഒരു ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അത് തടഞ്ഞപ്പോൾ 2010 ഫെബ്രുവരി 9 അത്തരത്തില് ഒരു വലിയൊരു ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ജയറാം രമേശ് പറയുന്ന മന്ത്രി അന്ന് തടഞ്ഞത്. പക്ഷെ അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 1, 2, 3 വിത്തല്ല. ഇന്ത്യയില് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിത്തിന്റെ ഈ വഴുതനയുടെ വിത്തിന്റെ ശേഖരമുള്ളത് അല്ലെങ്കിൽ വൈവിധ്യമുള്ളത് ഇന്ത്യയിലാണ്, നമ്മുടെ ഭാരതത്തിലാണ്. 3500 വെറൈറ്റീസ് ആണ് ഇന്ത്യയിലുള്ളത്. ജനങ്ങളുടെ കയ്യിൽ തന്നെ 300-400 വെറൈറ്റിയാണ്. നമ്മൾ അതെല്ലാം ശേഖരിക്കുകയും പ്രദർശിപ്പിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ സമരം തന്നെ ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് തടയാൻ പറ്റിയത്. ഇപ്പോ ഹൈബ്രിഡ് വന്നു, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വന്നു. ഇന്ന് ഇത് രണ്ടും വന്നപ്പോൾ തന്നെ കർഷകർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും, സർക്കാർ എന്ന നിലയ്ക്ക് ഏത് സർക്കാർ ആയാലും, ശാസ്ത്രജ്ഞന്മാരെന്ന നിലയ്ക്ക് അവരെല്ലാവരും, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് അവരും ഉപേക്ഷിച്ചത്, വേണ്ടെന്ന് വെച്ചത്, നശിപ്പിച്ചത് നമ്മുടെ തനതായിട്ടുള്ള ഈ ഭൂമിയുടെ സ്വത്തായിട്ടുള്ള, നമ്മുടെയൊക്കെ സ്വത്തായിട്ടുള്ള ഈ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ നാടൻ വിത്ത് എന്ന് പറയുന്ന ഈ ശേഖരം. അത് മുഴുവനും ഇല്ലാതെ 2 ലക്ഷം വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര നെല്ല് വിത്ത് നമ്മുടെ കയ്യിലുണ്ട്? വൈവിധ്യമാർന്നു ഒന്നുമില്ല. ആകെ ഒരു 10 5 10 ഏതെങ്കിലും 1-2 കർഷകരുടെ കയ്യിലുണ്ടാകും. നമ്മുടെ സുഹൃത്ത് ലെനീഷ് എന്ന് പറയുന്ന ആള് വയനാട്ടിലെ നമ്മുടെ ഈ സംരക്ഷണം എല്ലാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൂരിൽ അദ്ദേഹം ഒരു സന്ദേശം ഒരു എല്ലാ വീടുകളിലൊക്കെ പോയി കർഷകരുടെ ഇടയിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും കണ്ണൂരിൽ മാത്രം 30 വിത്തുകൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയെന്ന് കണ്ടെത്തി. അതിൽ ചില വിത്തുകൾ ഒരു കർഷകൻ 80-85 വയസ്സായ ആള് ആ വിത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൂടെ ഇല്ലാതായാൽ ആ വിത്തും പോകും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇത്തരത്തിൽ കൺസർവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചു പിടിക്കേണ്ടത്, തിരിച്ച് നമ്മളൊരു ഒരു ഒരു സംരക്ഷണം നടത്തേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? അത്യുൽപാദനവും ഇതൊക്കെ നമുക്ക് വേണം, ഞാനത് തള്ളിക്കളയല്ല. പക്ഷെ ആ അത്യുൽപാദനമായാലും അതിനേക്കാളും ഒരുപാട് മടങ്ങ് പല തരത്തിലുള്ള ഗുണങ്ങളുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഉൽപാദനക്ഷമതയുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും ഉദാഹരണം തവളക്കണ്ണ എന്ന് പറയുന്നത് ഏതൊരു ഉൽപാദനം ക്ഷമതയുള്ള വിത്തോളം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിത്താണ് നെല്ലിന്. പക്ഷേ നമ്മൾ ഇതൊന്നും പരീക്ഷിക്കാതെ സർക്കാരിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം വേണ്ട. പക്ഷേ 2004 ഈ അന്താരാഷ്ട്ര നെൽ വർഷം വന്നപ്പോൾ അവര് അന്ന് 1966 ആദ്യത്തെ നെൽ വർഷം അന്താരാഷ്ട്ര, അന്ന് ഇറക്കിയത് 5008 അത്യുൽപാദന ശേഷിയുടെ ആദ്യത്തെ വിത്തുകൾ ഇറക്കാൻ നോക്കി. 2004 രണ്ടാം നെൽവർഷം വന്നപ്പോൾ അവര് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയത് ജനിതക മാറ്റം വരുത്തി. അപ്പോ ഇതൊരു വലിയ ഗൂഢാലോചനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെയൊക്കെ സ്വാശ്രയത്വത്തെ, കൃഷിയുടെ അടിസ്ഥാനത്തെ എടുത്തു കളഞ്ഞാൽ, വിത്തിന്റെ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവർ ഇതുവരെ കാർഷിക യൂണിവേഴ്സിറ്റിയോ ഡിപ്പാർട്ട്മെന്റിനെയോ സർക്കാരിനെയോ ആശ്രയിച്ചുകൊണ്ടിരുന്ന നമ്മളെ നാളെ ആ കർഷകർ സർക്കാരിന്റെയും യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുള്ള വിത്തുകളെയും നശിപ്പിച്ചു കഴിഞ്ഞിട്ട് മൊത്തം കുത്തക മുതലാളിമാരുടെയോ അല്ലെങ്കിൽ ഇതുപോലെ മൊൻസാന്റോ, സിൻജന്റ, ബേയർ, പയനീർ, ഡ്യൂപോണ്ട് എന്നീ പറയുന്ന വൻകിട അമേരിക്കയും യൂറോപ്പിലൊക്കെയുള്ള കമ്പനികളിൽ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അജണ്ടയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വിത്തുകളെ നമ്മുടെ കയ്യിൽ നിർത്തുകയും അത് നമ്മൾ തന്നെ കൃഷി ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും
തിരിച്ച് പഴയതുപോലെ വിത്തുകൾ കൈമാറ്റം ചെയ്ത് ഈ വിത്തുകൾ ഈ നാട്ടിൽ എവിടെ വന്നാലും കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഇതിന്റെ സംരക്ഷകർ നമ്മൾ തന്നെ ആവുകയും ചെയ്തില്ല എങ്കിൽ ആരാണാവുക? ഒരു ഗവൺമെന്റിനും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിത്ത് സന്ദേശ യാത്ര തുടങ്ങുന്നത് പറഞ്ഞപ്പോഴത്തേക്കും സർക്കാരിൽ നിന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള കാർഷിക യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് ചോദിക്കുകയാണ്, അത് വിത്ത് എവിടെ? ഈ നാടൻ വിത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പൊ വന്നില്ല ഒരു കർഷകൻ, നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കർഷകർക്ക് പ്രോത്സാഹനം നൽകണം. ഇവരെ വിത്ത് സംരക്ഷകരായി തന്നെ പ്രഖ്യാപിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം. അത് ഗവൺമെന്റ് നൽകിയില്ലെങ്കിൽ നാട്ടുകാരും കർഷകരുമായ നമ്മൾ നൽകണം. നമ്മൾ ഓരോരുത്തരും ഒരു വിത്തിന്റെയും, ഏതെങ്കിലും ഒരു തനതായിട്ടുള്ള വിത്തിന്റെയും സംരക്ഷകനായി കഴിഞ്ഞാൽ ഇതിൽ ഈ മാറ്റം വരും. അപ്പൊ അങ്ങനെ ഒരു സന്ദേശവുമായിട്ടാണ് നമ്മളിത് കുറച്ചു കാലമായി ഈ സേവ് ഓർ റൈസ് ക്യാമ്പയിൻ എന്ന് പറയുന്ന നമ്മുടെ കുറച്ച് ഗ്രൂപ്പുകളിലും കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രവർത്തനമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നെല്ലിന്റെയും ഗോതമ്പിന്റെയും നമ്മുടെ ചോളത്തിന്റെയും മെയ്സിന്റെയും നമ്മുടെ മില്ലറ്റ്സിന്റെയും ഒക്കെ സംരക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, പച്ചക്കറിയുടെയും ഒരുപാട് ബാംഗ്ലൂരിലുള്ള അന്നദാന എന്ന് പറഞ്ഞ സംഘടനയും സഹജ സമൃദ്ധയും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ പച്ചക്കറി വിത്തുകൾ സംരക്ഷിക്കുന്നതിൽ നടത്തുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തൃശ്ശൂരിൽ ഇതിന്റെ അവതരണവുമായിട്ടൊക്കെ വരും. അപ്പോ കേരളത്തിലാണ് ഞങ്ങൾ നോക്കുമ്പോൾ, നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും സഞ്ചരിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ വിത്തിന്റെ സംരക്ഷണത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. നമുക്ക് വിത്ത് വേണ്ട, തനതായിട്ടുള്ള വിത്തുകൾ നമ്മൾ സംരക്ഷിക്കുന്നില്ല, അത് നഷ്ടപ്പെട്ടു. ഇപ്പൊ എവിടെയോ ഒരിടത്ത് കുറച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ, ഇപ്പൊ നമ്മുടെ സന്ദേശയാത്രയിൽ തണൽ എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ സേവ് ഓർ റൈസ് ക്യാമ്പയിനോ ഒരിക്കലും ഇത്തരത്തിലൊരു വിപുലമായ സന്ദേശയാത്ര ഏറ്റെടുക്കില്ല. പക്ഷേ ഇയാസിനെ പോലത്തെ ചെറുപ്പക്കാര്, ലതീഷിനെ പോലത്തെവര്, പ്രതീഷിനെ പോലത്തെവര്, കുറച്ചാൾക്കാർ നേരത്തെ പറഞ്ഞ ഒരു 8-10 പേരുകൾ, അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന സനൂപായാലും ഷൈജു ആയാലും ഇവരുടെയൊക്കെ ഒരു ആവേശം കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. എന്നാൽ പിന്നെ 7 ജില്ലയിലും അവർ പറഞ്ഞു നമുക്ക് 7 ജില്ലയിലും ചെയ്യണം, തൃശ്ശൂരിൽ വെച്ച് നിർത്തണം. എന്നാൽ പിന്നെ അങ്ങനെ ആവാൻ വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോ ഈ വിത്തുകൾ എവിടെയെങ്കിലും മനസ്സിൽ മണ്ണിൽ നമ്മുടെ വീടുകളിൽ വേണ്ടാന്ന് വെച്ചവർ തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് വിത്തുകൾ തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഈ സന്ദേശയാത്രയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഈ വിത്ത് സംരക്ഷണ യാത്രയുടെ സന്ദേശം എന്ന് പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ നാട്ടില് നമുക്കിനി സ്വാശ്രയത്വം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പറയാം. BT കോട്ടൺ എന്ന് പറയുന്നത് ഇന്ന് പരുത്തി വിത്തിൽ മാത്രമാണ് ജനിതക മാറ്റമുള്ളത്. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്ന പരുത്തി, സാധാരണ പരുത്തി വിത്ത് 4000, 5000 വെറൈറ്റി ഇനം പരുത്തി വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ വിത്തുകൾക്ക് പകരം ഇന്ന് കിട്ടുന്നത് മൊൺസാന്റോയിന്റെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ മാത്രമാണ്. അവയ്ക്ക് വില 1500 രൂപയാണ്. 450 ഗ്രാമിന് 1 കിലോ വിത്ത് വാങ്ങിക്കണമെങ്കിൽ 3000-3500 രൂപ കൊടുക്കണം. ആ വിത്തിന് വേണ്ടി വലിയ ക്യൂ നിന്ന് കിട്ടാതാവുമ്പോൾ വെടിവെപ്പ് വരെ വരികയാണ് സംഭവിക്കുകയാണ് ആന്ധ്രാപ്രദേശില്. സാധാരണ മുളകിന്റെ വിത്തുണ്ടല്ലോ, ആന്ധ്രാപ്രദേശില് സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ വിൽക്കുന്ന മുളകിന്റെ വിത്തിന്റെ വില 70,000-80,000 രൂപയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലാണ് വിത്തിന്റെ കച്ചവടം നടക്കാൻ പോകുന്നത്. കർഷകന്റെ നട്ടല് ഇന്ത്യയിൽ മുഴുവൻ ഓടിക്കാൻ പോകുന്നത് ഈ വിത്തുകളാണ്. അത് വളവുമല്ല, തൊഴിലാളികളുടെ പ്രശ്നമല്ല, വിത്താണ്. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു വിത്ത് നയവും അതിനായിട്ട് ബയോടെക്നോളജി റെഗുലേറ്ററി നയവും എല്ലാം മാറ്റുകയാണ് ഗവൺമെന്റ്. അപ്പൊ പ്രതിരോധിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വിത്ത് നമ്മുടെ നാട്ടിൽ സമൃദ്ധമായിട്ട് ആവശ്യത്തിന് കിട്ടുന്ന ഒരു അവസ്ഥ വരും. ഓരോ കർഷകനും കുറെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വിത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതിനുള്ള അറിവും നമുക്ക് ആർജിക്കണം. കാരണം ഒരു കാലത്ത് കർഷകർക്ക് അറിവുണ്ടായിരുന്നു, ഇന്ന് അതും നഷ്ടപ്പെട്ടു. എങ്ങനെ വിത്ത് സംരക്ഷിക്കും, ഏതാണ് ഏറ്റവും നല്ല കായ നമ്മൾ എടുത്തു വയ്ക്കാനായിട്ട് വിത്തിന് വേണ്ടി, അതെങ്ങനെയാണ് സംരക്ഷിക്കുക, പരമ്പരാഗതമായ രീതികളുണ്ടോ അല്ലെങ്കിൽ ആധുനികമായ ചില രീതികളുണ്ടോ ഇത് എടുത്തു വയ്ക്കാനായിട്ട്, അതിനെങ്ങനെ പ്രോസസ് ചെയ്യണം, ഇതൊന്നും നമുക്ക് അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ തിരിച്ച് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രമിക്കണം.